ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ചോറിന് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ഒരു കൂട്ടാനാണ് ചെയ്യാൻ പോണത്. അതിലേക്ക് വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചെറുതാ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു ഒരെണ്ണത്തിന് 4 ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു വെന്ത് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അപ്പോഴപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം. വാഴയ്ക്ക വേവണത് വരെ നമ്മളിത് വേവിച്ചെടുക്കാം. വാഴയ്ക്കയെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം തേങ്ങ എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, കാരണം നേരത്തെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാൻ വേണ്ടും. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കൂട്ടാനാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.